നിൽക്കുകയാണ്. രാത്രികാലം സ്വർഗീയ സാന്നിധ്യം നമ്മുടെ മധ്യയിലുണ്ട്. അവൻ നമ്മളെ തൊട്ടുകൊണ്ടിരിക്കും. അവൻ നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെ, നമ്മുടെ വിചാരങ്ങളെ എല്ലാം പകല് പോലെ അറിയുന്ന ദൈവം ഇന്ന് രാത്രികാലം ഇതിനകത്തങ്ങളിലുണ്ട്. നദീനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എങ്ങനെ എന്നെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ യേശു പറയും, നീ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ നീ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. യേശുവിന്റെ നാമത്തിൽ എങ്ങനെയെങ്കിൽ നാം ഗുരുവാകുന്നതിന് മുൻപേ നമ്മളെ കണ്ടവൻ ഇതിനകത്തങ്ങളിലുണ്ട്. അവന്റെ സാന്നിധ്യം ഇതിനകത്തങ്ങളിലുണ്ട്. നാം പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറായാൽ, ഏറ്റെടുക്കാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ, ദൈവത്തിന്റെ മഹത്വത്തെ നമ്മൾ കാണുവാനിടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ മാർത്തയോടും മറിയോടും തമ്പുരാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നീ ഒന്ന് വിശ്വസിച്ചാൽ. നമ്മുടെ വിശ്വാസമാണ് വരുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കാം. ഇന്ന് രാത്രികാലം ആ വിശ്വാസത്തിന്റെ ഉറപ്പും ഒരു ധൈര്യം നമ്മുടെ ഹൃദയത്തിനകത്ത് നൽകി ചിലത് കാണുവാൻ, ചിലത് കേൾക്കുവാൻ, ചിലത് പ്രാപിച്ചെടുക്കുവാൻ രാത്രികാലം നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള അതായത് സമയങ്ങൾ നമ്മുടെ മധ്യത്തിൽ ഒരു ദൈവദാസനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം നമ്മളോടൊപ്പം ആയിരിക്കുന്ന ദൈവദാസനെ ഓർത്ത് നന്ദി പറയുന്നു. അനിയൻ എന്നാണ് ദൈവദാസന്റെ പേര്. കൊട്ടാരക്കരയിലാണ് അതിന്റെ ഭവനം. എനിക്ക് മുൻപരിചയങ്ങളൊന്നുമില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഹല്ലേലൂയ. എന്തായാലും ആദ്യമായിട്ട് കണ്ടാലും എപ്പോഴും കണ്ടാലും ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവേ ആഴത്തിൽ എന്നോട് സംസാരിക്കും. മാനുഷ്യമായി ഒരു ശബ്ദവും വേണ്ട. ദൈവത്തിന്റെ ആഴമേറിയ ദൈവത്തിന്റെ വചനത്തിനകത്തളങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് തന്റെ നാവിൽ കൂടി നൽകിത്തരുന്ന ദൂതുകൾ ഇന്ന് രാത്രികാലം ഞങ്ങളിലേക്ക് കൈമാറണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുടർന്നുള്ളതായിരിക്കുന്ന സമയങ്ങളിൽ ദൈവദാസനെ ഞാൻ മുൻപോട്ട് ക്ഷണിക്കുന്നു. കരങ്ങളെ തട്ടി ആദരവോടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഈ നല്ല രാത്രികാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രിയ ദേവദാസനും സിംസം പാസ്റ്ററെ എന്നെ വിളിക്കുവാനിടയായി. എന്നെ വിളിച്ചതല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. കൊട്ടാരക്കരയിലോട്ട് കടന്നു വന്നപ്പോൾ പാസ്റ്റർ എന്ന് പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച വിളിക്കുന്നത് ഒരു പ്രാർത്ഥനയുണ്ട്, ഞാൻ അങ്ങോട്ട് കടന്നു പോവുകയാണ്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്. അന്നേരം തന്നെ വേഗത്തിൽ തന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലോട്ട് പോയി. ഡ്രസ്സ് മാറി പെട്ടെന്ന് വേഗത്തിൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. അതുകൊണ്ട് ഇന്നിവിടെ ഞാൻ വരുമെന്നും ആരും പ്രതീക്ഷിച്ച് കാണത്തില്ല, ദേവദാസനും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവം ഏൽപ്പിച്ച ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിലും സുവിശേഷകരായിരിക്കുന്ന അഭിഷിക്തന്മാർ നമ്മുടെ നടുവിലുണ്ട്. ഈ സഭാ പ്രവർത്തനം ആരംഭിക്കുന്ന ദേവദാസൻ നമ്മുടെ നടുവിലുണ്ട്. ഈ വെള്ളിയാഴ്ചയുടെ പ്രാർത്ഥന ഈ രാത്രിയിൽ തുടർമാനം നടത്തുവാൻ ദൈവം കൊടുത്ത ആ വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും, പ്രിയ അച്ചായൻ, പ്രിയ അപ്പച്ചൻ, 95 വയസ്സ് പ്രായമുള്ള പ്രിയപ്പച്ചൻ, എടുത്ത് പറയണം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ഒന്നുകൂടെ സ്തുതിച്ചാട്ടെ. ഇവിടെ വെള്ളിയാഴ്ചയുടെ പ്രാർത്ഥന ദേശത്ത് ഹല്ലേലൂയ അറിയണം. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ നമ്മുടെ നടുവിലുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ അതരങ്ങൾ തുറന്ന് ദൈവത്തോട് എത്രത്തോളം സ്തുതിക്കുവാൻ തയ്യാറാണോ, ഇന്ന് രാത്രി ദൈവം വ്യക്തമായി നമ്മളോട് ഇടപെടുക തന്നെ ചെയ്യും. ദേവദാസൻ എന്നെ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത്. എൻ്റെ സാക്ഷി വിവരങ്ങൾ ഒന്ന് ചേർത്തുകൊണ്ട് ഞാൻ വേഗത്തിൽ ഒരു കുറുവാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
ഞാൻ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ രീതിയിൽ നിന്നാണ് ദൈവം എന്നെ വേർതിരിച്ച് 12 വർഷമായി ഈ ദൈവവേലയിൽ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചിട്ട് 4 വർഷത്തോളമായി ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ദൈവവചനത്തിൻ്റെ കോഴ്സൊക്കെ പഠിക്കുവാനിടയായി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞായറാഴ്ച അതിൻ്റെ എക്സാമൊക്കെയാണ്, MDവിൻ്റെ എക്സാം. ആദ്യം CTH പഠിച്ചു, പിന്നെ BTH പഠിച്ചു, അടുത്ത MDV പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളേവരും പ്രാർത്ഥിക്കണം. എൻ്റെ എക്സാം ഈ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് എക്സാം. എല്ലാ ദൈവങ്ങളും പ്രാരംഭത്തിൽ തന്നെ അത് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പൂജാരിയായി അനുഷ്ഠിച്ച് എൻ്റെ പിതാവൊക്കെ പോയ കാലഘട്ടമുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നടുവിൽ ഞാനൊരു ക്ഷേത്രങ്ങളൊക്കെ പണിതുയർത്തി അമ്പലത്തിൻ്റെ പൂജകളും വഴിപാടുകളും വിഗ്രഹങ്ങളൊക്കെ കൂട്ടിക്കലർത്തി ഒരു പൂജാമുറി വരെ എൻ്റെ ഭവനത്തിൻ്റെ മുറ്റത്ത് തന്നെ ഞാനൊരു ഗോപുരം പോലെ ഉയർത്തിക്കെട്ടി അതിനകത്ത് വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് മാത്രമല്ല, 13 അടി നീളം വരുന്ന ശൂലം ഈ വിലങ്ങര ക്ഷേത്രം എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിൽ വന്ന് എൻ്റെ ഈ ചെള്ളക്കകത്തൂടെ തുടച്ച് കയറ്റി വിട്ട ഒരു അനുഭവം കൂടിയുണ്ട്. അവിടെ നിന്ന് ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചാണ് മധ്യയിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിലെ പറഞ്ഞത്, ദൈവത്തെ എത്ര ഉയർത്തുവാൻ സാധിക്കുന്നുവോ അത്രത്തോളം കാര്യങ്ങളിൽ ഉയർത്തിക്കണം. നമുക്ക് അഭിഷേകം ഇല്ല എങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, കർത്താവിന്റെ മുമ്പിൽ കരയുവാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ആലോചന വെളിപ്പെടുത്തി. മൈക്ക് എടുത്തുകൊണ്ട് ഒരുപാട് സമയമൊന്നും നിൽക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ മൈക്ക് എവിടെ ചെന്നാലും ഞാൻ താഴ്ത്തു വയ്ക്കും. മൈക്കിൽ കൂടെ സംസാരിക്കാൻ പറ്റത്തില്ലെന്നല്ല, ദൈവം എന്നെ അങ്ങനെയാണ് നടത്തുന്നത്. മൈക്കൊക്കെ എവിടെ ഇരിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടായിരുന്ന നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന ഒരു ദൈവം പുതിയാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്കായി വായിക്കാം. 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. പുതിയാവ് 1:4. ഈ കഴുകനെ പോലെ ഉയർന്നാൽ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാൽ അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു നിമിഷം കണ്ണുകളടച്ച് എല്ലാവരും കണ്ണുകളടച്ചോട്ടെ. മാറ്റി വെച്ചാൽ ഒരു നിമിഷം എല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ 1-2 മിനിറ്റ്. ഇന്ന് രാത്രി ദൈവം എന്നോട് വ്യക്തമായി ഇടപെടണമേ. എന്റെ കുടുംബ ജീവിതത്തിനകത്ത് വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥനയോടായിരുന്നിട്ട് അതരാജര യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. രാത്രിയിൽ വെള്ളിയാഴ്ചയുടെ ദിനത്തിൽ ക്ഷണം സ്വീകരിച്ച് കർത്താവെ അങ്ങയുടെ പാദപടത്തിലേക്ക് അടിയും കടന്നു വന്നിരിക്കുക. കർത്താവെ ഈ വചനത്തിന്റെ മർമ്മങ്ങൾ പുറത്തു വരുവാൻ ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും പരിശുദ്ധ ആത്മാവുകൊണ്ട് നിറയ്ക്കണം. കർത്താവെ കടന്നു വന്നതുപോലെയല്ല കർത്താവെ രാത്രിയിൽ പേരട്ടി കൃപയാൽ പേരട്ടി ബലത്താൽ രാത്രിയിൽ ബലപ്പെടുവാൻ പരിശുദ്ധ ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുക. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കുകയാണ്. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നീ കഴുകനെ പോലെ ഉയർന്നാൽ, നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ച് പ്രാർത്ഥാൽ, അവിടെ നിന്ന് നിന്നെ താഴെ ഇറക്കുന്ന ഒരു ദൈവമാണ്.
ഇന്ന് രാത്രിയിൽ നമ്മൾ ഓരോരുത്തരും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം ഹല്ലേലൂയ ഒന്ന് കണ്ണോടിച്ച് നോക്കിയ എല്ലാ ലോക രാജ്യത്തിലും ഹല്ലേലൂയ അനേകരെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന നാമമാണ് ഹല്ലേലൂയ യേശുക്രിസ്തു എന്ന നാമമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. ശത്രു എത്ര പ്രബലനായിക്കൊള്ളട്ടെ, ശത്രു എത്ര വീരാളി പോർക്കളമായിക്കൊള്ളട്ടെ, എന്റെ ഭവനത്തിനകത്ത് വ്യാപരിക്കുന്ന ദുഷ്ടപ്പോരുകളുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ ഒന്ന് മുഴങ്കാൽ മടക്കുവാൻ തയ്യാറാണെങ്കിൽ കാര്യങ്ങൾ ഉയർത്തിയുള്ള ദൈവത്തെ സ്തുതിച്ചാൽ ശക്തിയോടെ സ്തുതിച്ചാൽ ആത്മാവ് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയാൻ പറയും. അധരാജര വൈഡമനതര ഘടകക്ഷി അത്വരാജരം പ്രൗഢമനതര ഘടകക്ഷി യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. രാത്രിക്കാരെ സമർപ്പിച്ചു കൊടുക്കുവാൻ രാത്രി പരിശുദ്ധി ആത്മാവ് ഹല്ലേലൂയ പ്രിയ സഹോദരനെ നയിക്കുവാൻ ഇന്ന് രാത്രി ചില കണ്ണീരിന്റെ ദിനങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. ചില കുടുംബത്തിന്റെ പരാജയം കണ്ട്, ചില കുടുംബത്തിന്റെ സ്ഥിതികളെ കണ്ട് ഇന്ന് രാത്രി എല്ലാവരും ഒറ്റപ്പെട്ടിടത്ത് ഇന്ന് രാത്രി നിന്നെ മാനിക്കുന്നവൻ ഒരുവൻ ഇന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ട്. ഇന്നെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഇതിനു വേണ്ടി മാത്രമാണ്. ചില കുടുംബങ്ങളെ വ്യക്തിപരമായി ആരാധിച്ച് മുന്നേറുവാൻ സാധിക്കാത്ത വിധത്തിൽ ആത്മീയബന്ധങ്ങളെ തച്ചുടയ്ക്കുവാൻ കച്ചകെട്ടി ഇറങ്ങുന്ന ഒരു അന്ധകാര ശക്തിയുടെ മുമ്പിൽ അഴിയറയുന്നവരെ ദേവദാസൻ പറഞ്ഞതുപോലെ 95 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ നമ്മുടെ നടുവിലുണ്ട്. നോക്കിക്കൊള്ളമേ. ചരിത്രം പശ്ചാത്തലം യോഹന്നാനെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോ ആ കാലഘട്ടത്തിൽ ക്രമശ ചക്രവർത്തി നാടുകടത്തിയെടുത്ത് വെച്ച് യോഹന്നാന് 95 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവന് പത്മോസ് എന്ന ഏക നദിയിൽ നാടുകടത്തിയത്. രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന ഡ്രമ്മടിക്കുന്നു. ഒരു നിസാരക്കാരനായ ഒരു ദൈവത്തെയല്ല ഇന്ന് രാത്രി അപ്പച്ചൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. 95 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ ഇന്ന് രാത്രി ഇവിടെ ഡ്രമ്മടിക്കണമെങ്കിൽ അതിനകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധി ആത്മാവിന്റെ ഹൃദയത്തിന്റെ അകത്തോടെ ചില രോഗമിട്ട് കുടുംബജീവിതത്തിനകത്ത് ചില വിഷയങ്ങളുടെ നടുവിൽ പരാജയപ്പെട്ടിട്ട് ഒറ്റപ്പെട്ടവരായി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധി ആത്മാവ് പറയുന്നു ദൈവസന്നിധിയിൽ വന്ന സമർപ്പണത്തോടെ മുഴങ്കാൽ മടക്കി പുറത്തു വരുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി യേശയ്യാ പ്രവചനത്തിൽ പറയുന്നത് പോലെ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ തയ്യാറാണെങ്കിൽ ഭവനത്തിന്റെ അകത്ത് പ്രകാശം ചോദിക്കട്ടെ. ചില രോഗമിട്ട് വല്ലാതെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ചില നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ടും ഒരു ഗുണവും ചെയ്യാതെ വണ്ണം ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നത് മൊട്ടറ പ്രദേശത്ത് നിന്ന് ഇവിടെ കടന്നു വന്നത് വെറുതെയല്ല. രാത്രിയിൽ ഒന്ന് പ്രാപിച്ച് മടങ്ങാവോ, രാത്രിയിൽ ഒന്ന് അനുഗ്രഹിച്ച് മടങ്ങാവോ. എല്ലാവരും ഒന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി പ്രാർത്ഥനാ വീരന്മാരായി ഈ നാടുകളിൽ പുറത്തു വരട്ടെ. പൗലോസും ശീലാസൊക്കെ ആരാധിച്ചപ്പോൾ പടിയാളികളെ ഉയർത്തിയിട്ട് കാരാഗ്രഹത്തിന്റെ തുറങ്കത്തലിട്ട് പ്രാർത്ഥിക്കുന്നവരെ അടച്ചു വെച്ചിരിക്കുക. നോക്കിക്കോണമേ, അവിടുത്തെ ചക്രവർത്തിമാർക്ക് ഒരു തെറ്റുപറ്റി അവന്റെ വാരണ്യം കൂട്ടിക്കെട്ടാൻ പറ്റിയിട്ടില്ല. കേൾക്കണമേ, എന്നെ കേൾക്കുന്ന ജീവിതമേ, ഇന്ന് രാത്രിയിൽ ആരെങ്കിലും തുറങ്കത്തിനകത്ത് കിടപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാരാഗ്രഹത്തിന്റെ ഒതുക്കപ്പെട്ട മേഖലയുടെ നടുവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ കാരാഗ്രഹത്തിന്റെ കാരാഗ്രഹം പ്രമാണിയെ തൊടത്തില്ല, അവിടുത്തെ ഭരണാധികാരിയെ തൊടത്തില്ല. എന്റെ നിയമമാനം പറയാമോ? കാരാഗ്രഹത്തിന്റെ അടിത്തറയിലുള്ള ചില മേഖലയിൽ
വേദനയുടെ നടുവിൽ പരിശുദ്ധാത്മാവിൽ നാളുകൾ വ്യാപരിക്കുമത്തക്കവണ്ണം ഹല്ലേലൂയ എന്റെ കുടുംബജീവിതത്തിന് പരാജയം സംഭവിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിനകത്തൊരു മുന്നേറ്റമില്ലാതെ ഹല്ലേലൂയ ചിലരുടെ മുമ്പിൽ നിന്ദിച്ചും അപമാനിച്ചും കഴിയുമ്പോൾ ഇന്ന് രാത്രി ഈ നാളുകളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഭവനത്തിന്റെ അടിത്തറ തന്നെ ഹല്ലേലൂയ ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളെ ഹല്ലേലൂയ പൊളിച്ചടയ്ക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് യോബിയാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ നീ കഴുകനെ പോലെ ചിറകടിച്ചുയർന്നാലും അവൻ നക്ഷത്രങ്ങളെ ഇടയവൻ കൂടുവെച്ച് പാർത്താലും അവിടെ നിന്ന് താഴെ ഇറക്കുന്ന ഒരു ദൈവത്തെയാ നമ്മൾ ഓരോരുത്തരും ഇന്ന് രാത്രിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാൻ പറയുന്നു, വിദ്യാഭ്യാസ മേഖലകളിൽ നേഴ്സായി പഠിക്കുവാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വന്നിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തും ബേസിക് നേഴ്സ് പഠിക്കുവാൻ താല്പര്യമുള്ള മകളുണ്ടോ? എത്ര അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു? പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുക. ബേസിക് നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവളായി കഴിഞ്ഞ നാളുകളിലെ പിതാവും മാതാവൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക, എന്റെ മകളെ ഒരു ബേസിക് നേഴ്സായി മാറ്റണമെന്ന്. ഇന്ന് രാത്രിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കും. ഇതിനകത്ത് ആരടക്കിയോ ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, ഈ കുഞ്ഞുങ്ങളുടെ മേൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തുവാൻ ദൈവദാസനോട് കൂടെ ചേർന്നുകൊണ്ട് നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഭവനത്തിന്റെ ജീവിതം മാറാൻ പോയ ഈ 2 പൈതങ്ങളെ ദൈവ വേലയ്ക്ക് വേണ്ടി ദൈവം ഇത്രയും ചെറുപ്പക്കാരെ ലോകമൊത്തം ഊടാടി സഞ്ചരിക്കുമ്പോൾ ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ടെങ്കിൽ അവനെ നിന്നിട്ടും പരിഹസിച്ചും വിട്ടിരിക്കുക. എന്നെ കേൾക്കുന്ന ജീവിതമേ ഇതിന്റെ നടുവിൽ ദൈവം ഇവനെ ഉയർത്തുക തന്നെ ചെയ്യും. നാളുകളുള്ളിൽ ചെയ്യേണ്ടതായിരുന്നു ഭവനത്തിനെതിരെ ഇതിന്റെ മതമവിടെ ഇതിനകത്ത് ജനനം മുതലേ ആഭിജാതം ഇട്ടുകൊണ്ട് ക്ഷുദ്രപ്രയോഗമിട്ട് ഭവനത്തിനകത്ത് മീനാക്ഷിക്കോവിലിൽ പോയി പൂജ ചെയ്ത് വഴിപാടുമായി ശബരിമല 18 പടിയും തൊട്ടുതൊഴുതുകൊണ്ട് നേർച്ച വഴിപാടുകളും ചുറ്റിക്കെട്ടി ഭവനത്തിലെ അകത്തുളത്തിൽ കുളിച്ച് വാരിയിട്ടിരിക്കുക. ഇത് രണ്ടും ഉയരരുത്. പാല പിച്ചക്കാരനെ പോലെ സൂര്യൻ കുത്തിക്കളച്ച് അഗ്നിക്കവടിക്കകത്ത് ഇറങ്ങി തിരിച്ചിട്ട് മധുര മുതൽ തെങ്കാശി മുതൽ തമിഴ്നാട് എവിടൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ അവിടെയെല്ലാം ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി പ്രദക്ഷിണോളം ചെയ്തു. അത് കഴിഞ്ഞിട്ട് 12 വർഷമേ ആയിട്ടുള്ളു. എന്നെ ദൈവം ഇത്രയും മാനിച്ചെങ്കിൽ രാത്രി ദൈവത്തെ ജനനം മുതൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് രാത്രി വിളിച്ചു പറയുക, നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരുന്നില്ല. നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് പ്രാർത്ഥിക്കണമെന്ന് നിയോഗപ്രകാരമാണ് നമ്മൾ മുമ്പോട്ട് പോയത്. ഈ കുഞ്ഞുങ്ങളെ 2 പേരും പേര് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറയാം. എന്റെ ഭവനത്തിനകത്തൊരു മാസത്തിലൊരു ഉണർവ് മീറ്റിംഗ് നടത്തുന്നുണ്ട്. അങ്ങനെ ഉണർവ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ നീ തേളിനെയും പാമ്പിനെയും ചവിട്ടുമെന്ന്. അത് ഞാനും എന്റെ വൈഫും അങ്ങ് ഏറ്റെടുത്ത് അന്ന് രാത്രി കേൾക്കണമേ, ഒരു സ്വപ്നമൊന്നുമല്ല. രാത്രിയിൽ കിടക്കുമ്പോൾ എന്റെ വൈഫ് പറയുന്നു, അച്ഛാ ചാടി എണ്ണീക്ക്. എന്റെ ദേഹത്തോടെ എന്തോ എഴഞ്ഞു വരുന്നത് പോലെ ചാടി ഇണിച്ച് നോക്കുമ്പോൾ ഒരു പത്തിക്കാരൻ എന്റെ വൈഫിന്റെ കാലിനകത്തൂടെ കയറുകയാണ്. എടുത്ത് കുടഞ്ഞു നിട്ടു നോക്കിയപ്പോൾ ഒരു പത്തിയും വിടാത്തി നിൽക്കുകയാണ്. അതിനെയൊക്കെ പൂജിച്ച് വിഗ്രഹമൊക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ അന്ന് രാത്രിയിൽ പ്രവാചകൻ പറഞ്ഞ ദൂത, നീ പാമ്പിനെയും കേളിനെയും ചവിട്ടുവാനുള്ള അധികാരം ആ ക്ഷണത്തിൽ അന്ന് രാത്രിയിൽ അത് സംഭവിച്ചു. ഒന്നും സംഭവിച്ചില്ല. എന്റെ 2 കുഞ്ഞുങ്ങൾ ഇവിടെ കിടന്നുറങ്ങിയ വളരെ ക്ഷീണമാണ്. 21 ഉപവസിച്ചിട്ട് അതിന്റെ ലാസ്റ്റ് ഘട്ടമാണ്. നല്ല ക്ഷീണത്തിൽ കിടക്കുക, നല്ല ടയേർഡുണ്ട്. ആ രീതിയിൽ കിടക്കുമ്പോഴാണ് ഒരു പാമ്പ് വന്നിരിക്കുന്നത്. അതിനെ അവിടെ ഇട്ട് വല്ലാതെ അതിനെ പൊക്കിയെടുത്തു. അത് നിങ്ങൾ നേരില്ല എന്താണെന്നറിയത്തില്ല. ഒരു പത്തിക്കാരനെ നമ്മൾ എടുത്താൽ, ഒരു കപ്പ് കൊണ്ട് കുത്തിയെടുത്താൽ പത്തിക്കാരനെ അവിടെ കൂടെ തിരിച്ചു
അതിനെ പുറത്തിട്ട് അതിനെ തല്ലിക്കൊന്നിട്ട് അന്ന് രാത്രി തന്നെ 1 മണിക്ക് അതിനെ കുഴിച്ചിട്ട് പ്രാർത്ഥിച്ച് ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന എന്റെ നടുവിൽ വന്ന എന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധിയാത്മാവിനെ കത്തിച്ചു കളയണം. ഇനി മേലാൽ എന്റെ ഭവനത്തിനകത്തോ എന്റെ ചുറ്റുപാടുകളിലോ വന്നു പോയേക്കരുത്. അതിനെ ശ്വാസിച്ച് അതിനെ പുറത്താക്കി. എന്റെ മറ്റൊരു ഭവനം അവിടെ ആ ദേശത്ത് അവർ കോളനിയായിട്ട് നിൽക്കുകയാണ്, അതിനകത്ത് കിടക്കുകയാണ്. അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആ ലേഖന പേരെഴുതി വെച്ച് പ്രാർത്ഥിച്ച് എന്റെ സഹോദരങ്ങൾ വെടിവെക്കണമെന്ന്, എന്റെ ജ്യേഷ്ഠന്മാർ വെടിവെക്കണമെന്ന്, അവരെല്ലാം യേശുവിനെ അറിയണമെന്ന് എല്ലാവരും നിന്നിച്ച് പരിഹസിച്ച് എന്നെ പുച്ഛിച്ച് തള്ളി. ആ ലേഖന കേൾക്കണമേ. അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്റെ ദേശത്ത് ഇപ്പൊ എല്ലാവരും ബന്ധുക്കോസിപ്പിക്കുന്നു. പോലും ഇല്ല. ഇപ്പൊ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്റെ ഒരു സാക്ഷ്യം മാത്രം മതി, വചനം പറയണ്ട. അല്ലെങ്കിൽ ഈ സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കും. പ്രിയ മമേ, മറന്നു പോകരുത്. ഈ നാളുകളിൽ ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ചില പ്രവാചകന്മാർ ഇറങ്ങി തിരിച്ചില്ല, ചില കള്ളപ്രവാചകന്മാരും കള്ളപ്രവാചകിമാരും ഈ കാലഘട്ടത്തിൽ ഇറങ്ങി തിരിച്ചില്ല. സൂക്ഷിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സൂക്ഷിക്കണം. വരുന്നവനെയും പോകുന്നവനെയും പിടിച്ച് അകത്തോട്ടൊന്ന് കയറ്റിയല്ലേ. ഇതിനകത്ത് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരായ ഇന്ന് രാത്രി മടങ്ങാവും. ഹല്ലേലൂയ എന്റെ ഭവനത്തിനകത്ത് കാല് വെക്കുന്നവൻ അറിയണം ഇവിടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഭവനത്തിന്റെ അകത്ത് ഏത് വ്യക്തി കയറിയാലും പരിശുദ്ധാത്മാവ് അവരോട് ക്രിയ ചെയ്യണം. അവൻ ആരാണെന്ന് അല്ലെങ്കിൽ എന്റെ ഭവനത്തിൽ കയറണമെങ്കിൽ അതുപോലെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാജയപ്പെട്ടിട്ട് രാത്രി ഈ കഴുകനെ പോലെ ശത്രു എത്ര ഉയർത്താനും അവൻ ചിറകടിച്ച് നക്ഷത്രങ്ങളെ അവൻ കൂടുവച്ചു പാർത്താലും അവനെ താണിയിറക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒഴിച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ആരേലും കള്ളന്മാരൊക്കെ അവിടെയൊക്കെ പറഞ്ഞിരുന്ന നമുക്ക് കണ്ടുപിടിക്കാം. ആരേലും ആത്മീയമായി ഒന്നും ഉണരുവാൻ സാധിക്കാത്ത വിധത്തിൽ ആരേലും ആത്മീയ ബന്ധങ്ങളെ തച്ചുടയ്ക്കുവാൻ കച്ചകെട്ടിയിറങ്ങുന്ന ശത്രു അവൻ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ച് പാർത്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ എങ്ങനെ തകർക്കണമെന്നോ ഇന്ന് രാത്രിയിൽ ക്ഷേത്രവചനത്തിൽ പറയുന്നു, നീ എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ ഭവനത്തിനകത്ത് ഒരു നീ എഴുന്നേറ്റ് പ്രകാശിച്ചില്ലെങ്കിൽ ഭവനത്തിനകത്ത് വെളിച്ചം ഉണ്ടാകത്തില്ല. ഞാൻ തറപ്പിച്ച് പറയുകയാണ്, നമ്മൾ എഴുന്നേക്കാൻ തയ്യാറാകണമെന്നേ. രാത്രിയാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ദേവദാസന്മാർ ആണയിട്ട് പറഞ്ഞിട്ട് എത്ര പേര് രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ തയ്യാറായിട്ടുണ്ട്? എന്റെ അടുത്ത് വേണമെങ്കിൽ കള്ളം പറഞ്ഞേക്കാം. എന്നെ അയച്ചവന്റെ അടുത്ത് കള്ളം പറയാൻ പറ്റത്തില്ല. എന്റെ നിലവുകളെ അറിയുന്നവനാ, എന്റെ സങ്കട യാതനകളെ അറിയുന്നവനാ, എന്റെ നടപ്പിനെ അവൻ അറിയുന്നവനാ. എന്റെ ഒരു മുടികാര് പോലും കഴിയുമ്പോൾ അതിനകത്ത് എത്രണ്ണം ഉണ്ടെന്ന് അവൻ എണ്ണി തുറ്റപ്പെടുത്തുന്നവനാ. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ആ കരങ്ങൾ ഉയർത്തി വാക്കുകൾക്ക് ഞാൻ വിരാമം ദേവദാസൻ തന്നതുപോലെ 50 ആവുമ്പോൾ നടത്തണമെന്ന ആ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ ഞാൻ നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തുടർന്നു പോയാൽ ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രവചനാത്മാവിലുള്ള ദൂതദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരംഭത്തില് പറഞ്ഞതുപോലെ നമ്മൾ ഇരിക്കാൻ തയ്യാറാകണമെന്നേ, നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണമെന്നേ. 12 വർഷമായിരിക്കുന്ന എന്നെ ഈ പുൽപ്പറ്റിൽ നിർത്തിയെങ്കിൽ ഈ ദൈവത്തെ വിളിക്കുന്ന നിങ്ങളെയൊക്കെ എങ്ങനെ പറഞ്ഞാൽ മതി വരും. അത്രയും ആ അനുഷ്ഠാനങ്ങൾ സംഭവിച്ച് ക്ഷേത്രങ്ങളും വഴിപാടുകളൊക്കെ നടത്തിയിട്ട ഈ നിലയിലെത്തി. അത് മാത്രമല്ല, ഞാൻ വോഡഫോൺ കോമഡി ഷോയിലെ അവിടെ ഡാൻസറും കൂടിയായിരുന്നു. ഞാൻ ഡാൻസർ പഠിപ്പിക്കാനും പോയിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. വിവേകാംബിക സ്കൂളിൽ അങ്ങനെ സെന്റ് ഗ്രിഗോറിയസ് ബോയ്സ് അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ദേവസ്വം ഇതിൽ ഇറങ്ങിത്തിരിച്ചിട്ട് അതെല്ലാം വിട്ട് അതിനകത്തോട്ട് പോയവരുണ്ടല്ലോ,
ജനങ്ങളുടെ പ്രീതി മാത്രമേ നേടാൻ കഴിയൂ. പക്ഷേ എനിക്ക് അവന്റെ പ്രീതി നേടാൻ കഴിയത്തില്ല. രാത്രി എല്ലാം വിട്ടെറിഞ്ഞിട്ട് ആരെയും ഇതെടുത്ത് ചുമക്കണമെങ്കിൽ ആരെയും നമ്മൾ സേവിക്കുന്ന ദൈവം നിസ്സാരക്കാരനല്ല. യോഹന്നാനെ തിളച്ച് എണ്ണയ്ക്കകത്ത് കാല് രണ്ടും കൂട്ടിക്കെട്ടി കൈ രണ്ടും കൂട്ടിക്കെട്ടി അവനെ കിഴക്കാൻ പാട് തിളച്ച് എണ്ണയിൽ ഇട്ടതാ. അല്ലെങ്കിൽ അവന്റെ രോമങ്ങൾക്ക് കേടുവന്നില്ല. എന്തോ അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. പൗലോസൊക്കെ പ്രാർത്ഥിച്ചവനാണല്ലോ. കാരാഗ്രഹത്തിന്റെ അടിത്തറയാണെങ്കിൽ അവളെ ഭരണാധികാരി ചെന്ന് ദൈവം തൊട്ടില്ല, അവന്റെ കാല് മേടിക്കണമെന്നോ അവനെ നശിപ്പിച്ചു കളയണമെന്നോ അവന്റെ തല വെട്ടിക്കളയണമെന്നോ ദൈവത്തിന് തോന്നിയില്ല. ദൈവം അവന്റെ അടിവേര് തന്നെ അടങ്ങി. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കട്ടെ. ദൈവം ഈ നല്ല അവസരത്തെ എനിക്ക് ഒരുക്കി തന്ന കർത്തൃദാസനോട് നന്ദി അറിയിക്കുന്നു. ദൈവമക്കളെയും ഞാൻ ഓർക്കുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നെ പറഞ്ഞുകൊണ്ട് എന്റെ ഈ വചനത്തിൽ അനുഗ്രഹമായിരിക്കുന്ന ദൈവത്തിന്റെ ആലോചന രാത്രികാലം നമ്മളോട് ഇടപെടുവാൻ ഇടയായി തീർന്നല്ലോ. ആമീൻ. ഇന്ന് രാത്രികാലം നമ്മൾ വന്നത് വളരെ സന്തോഷത്തോടെ മടങ്ങിപ്പോകാനാണ്. ആമീൻ. വളരെ ഉത്സാഹത്തോടെ മടങ്ങിപ്പോകാൻ. ആമീൻ. ഹല്ലേലൂയ. മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നവരായി കരുതുന്നവരായി മടങ്ങിപ്പോകാനാണ് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒരു വാക്യം ഒന്ന് വായിച്ച് ആമീൻ ആ കാര്യം ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമീൻ. ഹല്ലേലൂയ. യാക്കോബിന്റെ